രാജ്യത്തിന്റെ പ്രതിരോധ ചരിത്ര താളുകളിൽ പുതിയ അധ്യായം കുറിച്ച് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ഇന്ത്യയുടെ ആദ്യ സൈനിക ചരക്ക് നീക്ക വിമാനം നിർമ്മിച്ചിരിക്കുകയാണ്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ശ്രദ്ധേയമായൊരു സംഭാവന നൽകിയിരിക്കുകയാണ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ്. ഈ കമ്പനിയും യൂറോപ്യൻ എയർസ്പേസ് ഭീമനായ എയർബസും ചേർന്ന് നിർമ്മിച്ച ആദ്യ മേക്ക് ഇൻ ഇന്ത്യ C-295 വിമാനം പരീക്ഷണ പറക്കലിനായി തയ്യാറായിരിക്കുകയാണ്. ഇതോടെ വർഷങ്ങളായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് സൈനിക വിമാനങ്ങൾ വാങ്ങിയിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തം മണ്ണിൽ ആധുനിക സൈനിക ട്രാൻസ്പോർട്ട് വിമാനം നിർമ്മിക്കുന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. അങ്ങനെ ആത്മനിർഭർ ഭാരത് എന്ന ആശയം യാഥാർത്ഥ്യത്തിന്റെ പുതിയ ഉയരങ്ങളിൽ എത്തി നിൽക്കുന്നു. C-25 സൈനിക വിമാനം വെറും ഒരു വിമാന നിർമ്മാണ പദ്ധതി മാത്രമായിരുന്നില്ല, ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയ ചുവടുവയ്പ്പാണ്. സാങ്കേതിക വിദ്യയിൽ വിദേശാശ്രിതത്വം കുറിച്ച് ഭാവിയിലെ യുദ്ധ സാഹചര്യങ്ങൾ നേരിടാൻ ഇന്ത്യ സ്വയം ശക്തമാകാനുള്ള ശ്രമത്തിന്റെ ഏറ്റവും ശക്തമായ ഉദാഹരണങ്ങളിലൊന്നാണ് ഈ പദ്ധതി. C-295 എന്നത് ഒരു സാധാരണ വിമാനമല്ല. സൈനിക ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത മൾട്ടി റോൾ ടാക്ടിക്കൽ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആണിത്. ഇന്ത്യൻ വ്യോമസേനയുടെ പഴയ അവറോ HS-748 വിമാനങ്ങൾക്ക് പകരമായാണ് ഈ വിമാനം എത്തുന്നത്. പഴയ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിച്ചിരുന്ന അവറോ വിമാനങ്ങൾക്ക് പകരം കൂടുതൽ വേഗതയും ശേഷിയും ആയുധ സംവിധാനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് C-295 വിമാനം സാധ്യമാക്കിയിരിക്കുന്നത്. 71 സൈനികരെയും 50 പാരാ ട്രൂപ്പർമാരെയും ഒപ്പം വൻതോതിലുള്ള ചരക്കുകളും ഒരേ സമയം കൊണ്ടുപോകാനുള്ള ശേഷി ഈ വിമാനത്തിനുണ്ട്. അതിർത്തി മേഖലകളിലേക്ക് സൈനികരെ വേഗത്തിലെത്തിക്കൽ, ആയുധ സംവിധാനങ്ങൾ കൊണ്ടുപോകൽ, മെഡിക്കൽ എവാക്വേഷൻ ദൗത്യങ്ങൾ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി ചുമതലകൾക്ക് ഈ വിമാനം ഉപയോഗിക്കാനാകും. ചെറിയ റൺവേകളിൽ പോലും ഇറങ്ങാനും പറന്നുയരാനും കഴിയുന്ന ശേഷി ഈ വിമാനത്തെ കൂടുതൽ പ്രത്യേകമാക്കുന്നു. ലഡാക്ക്, അരുണാചൽ പ്രദേശ് പോലുള്ള ഹിമാലയൻ അതിർത്തി മേഖലകളിൽ വേഗത്തിലുള്ള സൈനിക നീക്കങ്ങൾക്ക് C-295 നിർണായകമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2021 ഇന്ത്യ എയർബസുമായി 22,000 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചത്. ആകെ 56 വിമാനങ്ങളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുക. ആദ്യ 16 വിമാനങ്ങൾ വിദേശത്തു നിന്ന് നിർമ്മിച്ചാകും എത്തിക്കുക. ശേഷിക്കുന്നവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയും അസംബിൾ ചെയ്യുകയും ചെയ്യും. ഈ പദ്ധതിയുടെ ഭാഗമായി ഏകദേശം 13,000-ലധികം വിമാനഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിച്ചത്. നിരവധി ചെറുകിട ഇടത്തരം കമ്പനികളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഈ പദ്ധതിയുടെ വിതരണ ശൃംഖലയുടെ ഭാഗമായി. ടാറ്റയുടെ നാഗ്പൂർ പ്ലാന്റിലാണ് വിമാനത്തിന്റെ എയർ ഫ്രെയിമിന്റെ വലിയൊരു വിഹിതവും നിർമ്മിച്ചത്. ഗുജറാത്തിലെ വഡോദരയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫൈനൽ അസംബ്ലി ലൈനിൽ നിന്നുമാണ് ഈ വിമാനം പരീക്ഷണത്തിനായി പറന്നുയരുക. വഡോദരയിലെ ഫൈനൽ അസംബ്ലി ലൈൻ ഇന്ന് ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സ്വപ്നങ്ങളുടെ പ്രതീകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിരോധ നിർമ്മാണ രംഗത്ത് ഇന്ത്യ ആഗോള കേന്ദ്രമായി മാറാനുള്ള സാധ്യതകൾ ഇതിലൂടെ ശക്തമാകുന്നു. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച C-295 വിമാനം ഈ വർഷം സെപ്റ്റംബറിൽ പുറത്തിറക്കുമെന്നായിരുന്നു ആദ്യ കണക്ക്. എന്നാൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ വിമാനം കൈമാറാൻ ടാറ്റയ്ക്ക് സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചന. വഡോദരയിൽ നിന്നുയരുന്ന C-295 വിമാനം രാജ്യത്തിന്റെ പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും ആകാശത്തേക്കാണ് പറന്നുയരുക. വാർത്തയുടെ നിറം തേടി തനിനിറം.